യോഗത്തിൻ്റെ ബഹുമാനപ്പെട്ട അധ്യക്ഷൻ പ്രിയപ്പെട്ട സഖാവ് KM രാധാകൃഷ്ണൻ, വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവരെ, വിശിഷ്ട വ്യക്തികളെ, സുഹൃത്തുക്കളെ, ദേശാഭിമാനി അക്ഷരമുറ്റം ക്വിസ് ഏഷ്യയിലെ ഏറ്റവും വലിയ വിജ്ഞാനോത്സവമായി മാറിയിട്ട് 13 വർഷങ്ങൾ പിന്നിടുകയാണ്. 13 വർഷങ്ങൾക്ക് മുമ്പ് കണ്ണൂരിൽ ഒരു പരീക്ഷണം എന്നുള്ള നിലയിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ജില്ലാതലത്തിൽ ആരംഭിച്ച ഒരു വിജ്ഞാനോത്സവം കേരളത്തിലെ എന്നല്ല ഏഷ്യയിലെ തന്നെ ഒരേ സമയം ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന ക്വിസ് മത്സരമായി മാറിയതിൽ നിങ്ങൾ ഓരോരുത്തരും കേരളത്തിലെ പൊതുസമൂഹവും വിദ്യാർത്ഥി സമൂഹവും അധ്യാപക സമൂഹവും ഒക്കെ നൽകിയ വലിയ പിന്തുണ കൊണ്ടാണ്. ഈ 13ാം വർഷത്തിലെത്തി നിൽക്കുമ്പോൾ ഒരു വർഷം ഏതാണ്ട് 16,000 വിദ്യാലയങ്ങളിൽ നിന്നായിട്ട് 45 ലക്ഷത്തോളം കുട്ടികളാണ് ഒരേ സമയം അക്ഷരമുറ്റം ക്വിസിൻ്റെ സ്കൂൾ തല മത്സരത്തിൽ പങ്കെടുക്കുന്നത്. നിങ്ങൾക്കറിയാം, സ്കൂൾ തലം മുതൽ സംസ്ഥാന തലം വരെയുള്ള മത്സര വിജയികൾക്കായി ദേശാഭിമാനി നൽകുന്നത് 2 കോടിയിലധികം രൂപയുടെ സമ്മാനമാണ്. കേവലം ഒരു ക്വിസ് മത്സരം എന്നുള്ളതിനുപരിയായി പലവിധ മേഖലകളിലുള്ള വിദ്യാർത്ഥികളുടെ സർഗവാസനകളെ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അക്ഷരമുറ്റം ടാലൻറ്റ് ഫെസ്റ്റ് എന്നുള്ള നിലയിലാണ് ഞങ്ങൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഈ വിജ്ഞാനോത്സവം സംഘടിപ്പിക്കുന്നത്. അതിൻ്റെ ഭാഗമായി വിദ്യാർത്ഥികൾക്കായിട്ട് കഥാരചന, കവിതാരചന മത്സരങ്ങൾ, ശാസ്ത്രബോധം വിദ്യാർത്ഥികൾക്ക് കൂടുതൽ അവർ ഉണർത്തുന്നതിനായിട്ട് സയൻസ് പാർലമെൻറ്റ് പോലെയുള്ള നൂതനമായിട്ടുള്ള പരിപാടികളെല്ലാം ഈ അക്ഷരമുറ്റം ടാലൻറ്റ് ഫെസ്റ്റിൻ്റെ ഭാഗമായിട്ട് നമ്മൾ സംഘടിപ്പിച്ചു വരുന്നുണ്ട്. ഈ വർഷവും ജില്ലാതലങ്ങളിൽ വിദ്യാർത്ഥികൾക്കായിട്ട് സയൻസ് പാർലമെൻറ്റ് നമുക്ക് സംഘടിപ്പിക്കുവാൻ കഴിഞ്ഞു. ഇത് കേവലം ഒരു ക്വിസ് മത്സരം എന്നുള്ളതിനപ്പുറത്തേക്കായിട്ട് അറിവിൻ്റെ ഒരു ഉത്സവമായി മാറണം എന്നുള്ളതാണ് ദേശാഭിമാനി ഇത്തരത്തിലൊരു മത്സരം സംഘടിപ്പിക്കുമ്പോൾ വിഭാവനം ചെയ്തത്. അത് അതിൻ്റേതായ അർത്ഥത്തിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നു എന്നുള്ളത് വളരെ സന്തോഷം നൽകുന്ന കാര്യമാണ്. അതിൻ്റെ 13ാമത്തെ സീസൺ ഇപ്പോൾ അതിൻ്റെ സംസ്ഥാനതല മത്സരങ്ങൾ അവസാനിച്ചിരിക്കുകയാണ്. നമ്മുടെ ജില്ലയിൽ നിന്നും രാമപുരത്തു നിന്നും സംസ്ഥാനതല മത്സരത്തിൽ വിജയിയായ വിദ്യാർത്ഥിയുണ്ട്. അങ്ങനെ കേരളത്തിലെ 14 ജില്ലയിലെ വിദ്യാർത്ഥികൾ LP, UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി തലങ്ങളിൽ വിദ്യാർത്ഥികൾ മത്സരിച്ച് സ്കൂൾ തലം മുതൽ സബ് ജില്ലാതലം, ജില്ലാതലം എന്നിങ്ങനെ മത്സരിച്ച് വിജയികളായി സംസ്ഥാന തലത്തിൽ മത്സരിച്ച് വിജയികൾക്ക് സമ്മാനം നൽകുന്നത് കേരളത്തിൻ്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനും അതുപോലെ തന്നെ അക്ഷരമുറ്റം ക്വിസിൻ്റെ ബ്രാൻഡ് അംബാസഡറായിട്ടുള്ള കേരളത്തിൻ്റെ പ്രിയപ്പെട്ട നടൻ പത്മഭൂഷൺ മോഹൻലാലും ചേർന്നാണ്. ഈ വർഷം എറണാകുളത്ത് വെച്ചാണ് സമ്മാനം വിതരണം ചെയ്യുക. അത് ഏതാനും ആഴ്ചകൾക്കുള്ളിൽ അല്ലെങ്കിൽ മാസങ്ങൾക്കുള്ളിൽ അടുത്ത മാസങ്ങളിലുണ്ടാവും. ആ നിലയിൽ കേരളത്തിലെ ഏറ്റവും വലിയ വിജ്ഞാനോത്സവമായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ അക്ഷരമുറ്റം ക്വിസ് ദേശാഭിമാനി സംഘടിപ്പിക്കുന്ന ഈ വിജ്ഞാനോത്സവത്തിൽ അതിൻ്റെ കോട്ടയം, പത്തനംതിട്ട ജില്ലാ മത്സരങ്ങളിൽ പങ്കെടുത്ത വിജയികളായിട്ടുള്ള മിടുക്കന്മാർക്കും മിടുക്കികൾക്കും അവരുടെ സമ്മാനങ്ങൾ വിതരണം ചെയ്യുക എന്ന ചടങ്ങിൽ നിങ്ങളെ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുക എന്നതാണ് എൻ്റെ കർത്തവ്യം. ഞാൻ അതിലേക്ക് കടക്കുകയാണ്. ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ ദേശാഭിമാനി പത്രപ്രചാരണവുമായി ബന്ധപ്പെട്ടും ദേശാഭിമാനിയുടെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയും ഈ നാട്ടിലെ പുരോഗമന പ്രസ്ഥാനത്തിൻ്റെ ജില്ലാ നേതൃനിലയിൽ നിന്ന് പ്രവർത്തിക്കുന്ന ക്യാപ്കോസ് ചെയർമാൻ എന്നുള്ള പദവി കൂടി അലങ്കരിക്കുന്ന ഏറെ പ്രിയപ്പെട്ട സഖാവ് KM രാധാകൃഷ്ണനാണ്. കൂടുതൽ പരിചയപ്പെടുത്തലുകൾക്ക് ആവശ്യമില്ല. എല്ലാവർക്കും, കോട്ടയം ജില്ലയിലെ എല്ലാവർക്കും സുപരിചിതനായിട്ടുള്ള പ്രിയപ്പെട്ട സഖാവ് KM രാധാകൃഷ്ണനെ ദേശാഭിമാനിക്ക് വേണ്ടി ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മളുടെ അക്ഷരമുറ്റം ക്വിസ് ഈ സമ്മാന വിതരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ദേശാഭിമാനി ജനറൽ മാനേജർ, അതുപോലെ തന്നെ കോട്ടയത്തെ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ മേഖലകളിൽ എന്നും തിളങ്ങി നിന്നിട്ടുള്ള ദേശാഭിമാനിയുടെ പ്രിയപ്പെട്ട സഖാവ് KJ തോമസ് ആണ്. കേരളത്തിലെ 3ാമത്തെ പത്രമായും പല ജില്ലകളിലും ദേശാഭിമാനിയെ പ്രചാരത്തിൽ 2ാമത്തെ പത്രമായും കോട്ടയം, പത്തനംതിട്ട അടക്കം
അടക്കമുള്ള ജില്ലകളിൽ, ഇടുക്കി അടക്കമുള്ള ജില്ലകളിൽ പ്രചാരണത്തിൽ 2ാം സ്ഥാനത്തെത്തുന്ന പത്രമായി ദേശാഭിമാനിയെ മാറ്റുന്നതിലും ദേശാഭിമാനിക്ക് കേരളത്തിൽ പ്രാദേശികാടിസ്ഥാനത്തിൽ പുതിയ എഡിഷനുകൾ ആരംഭിക്കുകയും ഒക്കെ ചെയ്ത് കഴിഞ്ഞ ഒരു 6-7 വർഷം കൊണ്ട് ദേശാഭിമാനിയെ കേരളത്തിലെ മുൻനിര പത്രങ്ങൾക്കൊപ്പം എത്തിക്കുന്നതിന് വേണ്ടി അക്ഷീണം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ദേശാഭിമാനിയുടെ ജനറൽ മാനേജറാണ് സഖാവ് KJ തോമസ്. ഞങ്ങൾക്കൊക്കെ ഓരോ നിമിഷവും ഓരോ കാര്യത്തിലും മാർഗനിർദ്ദേശം നൽകി ഞങ്ങളുടെ നേതൃത്വ നിരയിൽ സഖാവുണ്ട്. ദേശാഭിമാനി അക്ഷരമുറ്റം ക്വിസിൻ്റെ കോട്ടയം, പത്തനംതിട്ട ജില്ലാ മത്സര വിജയികൾക്കുള്ള സമ്മാന വിതരണ ചടങ്ങിൽ തീർച്ചയായിട്ടും ഉദ്ഘാടനം ചെയ്യുവാനും ആ കുട്ടികളെ അനുമോദിക്കുവാനും ഏറ്റവും അർഹനായിട്ടുള്ള ആളാണ് സഖാവ് KJ തോമസ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ യോഗം ഉദ്ഘാടനം ചെയ്യാൻ എത്തിച്ചേർന്നിരിക്കുന്ന ദേശാഭിമാനി ജനറൽ മാനേജർ സഖാവ് KJ തോമസിനെ ദേശാഭിമാനിക്ക് വേണ്ടി ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. CPM-ന്റെ കോട്ടയം ഏരിയ കമ്മിറ്റിയുടെ സെക്രട്ടറി കൂടിയായിട്ടുള്ള സാംസ്കാരിക പ്രവർത്തകനുമായിട്ടുള്ള പ്രിയപ്പെട്ട സഖാവ് B ശശികുമാർ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ദേശാഭിമാനിയുടെ പ്രവർത്തനങ്ങൾ, ദേശാഭിമാനി സാംസ്കാരിക രംഗത്ത് നടത്തുന്ന ഇടപെടലുകളിലൊക്കെ വളരെ സജീവമായിട്ട് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുകയും ഞങ്ങൾക്കൊപ്പം നിൽക്കുകയും ചെയ്യുന്ന പ്രിയപ്പെട്ട സഖാവ് B ശശികുമാറിനെ ദേശാഭിമാനിക്ക് വേണ്ടി ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗമായിട്ടുള്ള പ്രിയപ്പെട്ട സഖാവ് MK കൃപാകരൻ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ദേശാഭിമാനി പ്രവർത്തകർക്കൊപ്പം എല്ലാ കാലവും ചേർന്ന് നിന്റെ വാർഷിക വരിക്കാരെ ചേർക്കുന്ന കാര്യത്തിലാണെങ്കിലും പ്രാദേശികമായിട്ടുള്ള ദേശാഭിമാനിയുടെ വാർത്താശേഖരണ പ്രവർത്തനത്തിലാക്കിയ ആളും നേതൃത്വപരമായ പങ്കുവഹിച്ച് ദേശാഭിമാനി കുടുംബാംഗം കൂടിയായിട്ടുള്ള പ്രിയപ്പെട്ട സഖാവ് MK പ്രഭാകരനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യും. ദേശാഭിമാനി അക്ഷരമുറ്റം ക്വിസ് ഏഷ്യയിലെ ഏറ്റവും വലിയ ഈ ക്വിസ് മത്സരം യാതൊരു പരാതിയുമില്ലാതെ കേരളത്തിലെമ്പാടും ഞാൻ പറഞ്ഞ പോലെ 16,000-ലധികം സ്കൂളുകൾ ഒരേ സമയം സംഘടിപ്പിച്ച് അതിൻ്റെ എല്ലാ അക്കാദമിക ഗൗരവത്തോടു കൂടി ഈ മത്സരം സംഘടിപ്പിക്കുന്നതിൽ പിന്നിൽ പ്രവർത്തിക്കുന്ന അക്ഷരമുറ്റം ക്വിസിൻ്റെ സംസ്ഥാന കോർഡിനേറ്റർ കൂടിയായിട്ടുള്ള ദേശാഭിമാനിയുടെ ചീഫ് സർക്കുലേഷൻ മാനേജർ സഖാവ് പ്രദീപ് മോഹൻ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹത്തെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ദേശാഭിമാനിയുടെ ചീഫ് മാർക്കറ്റിംഗ് മാനേജർ പ്രിയപ്പെട്ട സഖാവ് ഗോപൻ നമ്പാട്ടെ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. സഖാവിനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ദേശാഭിമാനി കോട്ടയം യൂണിറ്റിന്റെ ന്യൂസ് എഡിറ്റർ പ്രിയപ്പെട്ട സഖാവ് MO വർഗീസ് ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ദേശാഭിമാനിയുടെ കോട്ടയം ബ്യൂറോ ചീഫ് സഖാവ് S മനോജ് ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ദേശാഭിമാനി കോട്ടയം യൂണിറ്റിൻ്റെ അക്ഷരമുറ്റം യൂണിറ്റ് കോർഡിനേറ്റർ സഖാവ് VS ഷിബു ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഷിബുവിനെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ അക്ഷരമുറ്റം ക്വിസിൻ്റെ ജില്ലാതല മത്സരത്തിൽ വിജയികളായി സമ്മാനത്തിന് അർഹരായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികൾ അവരെയെല്ലാം ദേശാഭിമാനിക്ക് വേണ്ടി ഏറെ സന്തോഷത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. അവരുടെ രക്ഷിതാക്കളെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അക്ഷരമുറ്റം ക്വിസിൻ്റെ വിജയത്തിനായി ഈ ചടങ്ങിൽ എത്തിച്ചേർന്നിരിക്കുന്ന മുഴുവൻ ദേശാഭിമാനി സുഹൃത്തുക്കളെയും കുടുംബാംഗങ്ങളെയും സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയുടെ വിജയത്തിനായി അക്ഷീണം പരിശ്രമിച്ച ദേശാഭിമാനിയുടെ പ്രവർത്തകർ ഇവിടെയുണ്ട്. അവരെല്ലാം ഒറ്റവാക്കിൽ ദേശാഭിമാനിക്ക് വേണ്ടി സ്വാഗതം ചെയ്തുകൊണ്ട് ഇതിനുശേഷം കേരളത്തിലെ പ്രശസ്ത മ്യൂസിക് ബാൻഡായിട്ടുള്ള തകര അവതരിപ്പിക്കുന്ന ഗംഭീര മ്യൂസിക് പരിപാടിയുണ്ട്. ആ പരിപാടിയിൽ അവരെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അക്ഷരമുറ്റം പോലെ ഇത്ര ബൃഹത്തായിട്ടുള്ള ഒരു പരിപാടി ഇത്ര മികച്ച രീതിയിൽ സംഘടിപ്പിക്കണമെങ്കിൽ ഞങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുന്നത് ഇതിനെ ദേശാഭിമാനിക്ക് പ്രായോജകരായി ലഭിച്ചിരിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കളും പ്രിയപ്പെട്ട സ്ഥാപനങ്ങളുമാണ്. വിവിധ ഘട്ടങ്ങളിൽ ദേശാഭിമാനി അക്ഷരമുറ്റം ക്വിസിൻ്റെ വിജയത്തിനായി ഈ മത്സരത്തിൻ്റെ വിവിധ പരിപാടികളുടെ സ്പോൺസർമാരായി എത്തിച്ചേർന്ന് ദേശാഭിമാനിയോടൊപ്പം ചേർന്ന് നിന്ന് അക്ഷരമുറ്റം ക്വിസിനെ വിജയത്തിലേക്ക് എത്തിക്കുന്ന പ്രിയപ്പെട്ട ദേശാഭിമാനിയുടെ സ്പോൺസർമാർ അവരെ പ്രതിനിധീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവരെയും ദേശാഭിമാനിക്ക് വേണ്ടി സ്വാഗതം ചെയ്തുകൊണ്ട് ഒരിക്കൽ കൂടി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവർക്കും അഭിവാദ്യങ്ങൾ നേർന്നു നിർത്തുന്നു. നന്ദി, നമസ്കാരം. അധ്യക്ഷ പ്രസംഗത്തിനായി